പറയാനില്ല. ഗവർണറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ളൊരു VC-ആണ് വെറ്ററിനറി യൂണിവേഴ്സിറ്റി. അദ്ദേഹം അവിടെ വരവും പോക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇത് തന്നെ ഡെയിലി റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിന് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ അവിടെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴും സാറ് കാലത്ത് വന്ന് പോയിരുന്നു. അദ്ദേഹം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞ ഞാൻ കുട്ടിയെ പോകണത് അത് ഉണ്ടായില്ല. ഇന്നിപ്പോ ഇങ്ങനെ അവിചാരിതമായിട്ടാണ് ഇത്. സാറിന് എത്ര മാസം? എനിക്ക് 5 മാസം. 5 മാസം. നിയമപരമായ യുദ്ധത്തിനൊന്നുമില്ല, ശാന്തമായിട്ട് വീട്ടിൽ വന്ന് അതാണ് ഞാൻ കഴിയും വേഗം ഔദ്യോഗിക വാഹനം അടക്കം ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നത്. ഇതില് ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അതിനകത്ത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്കെതിരായ ഒരു പരാതി അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അതിനെ തന്നെ നടപടികൾ ആരംഭിക്കുന്നു, അത് പിന്നെ അവസാനം ആ കുട്ടി മരിച്ചു എന്നുള്ള കാരണത്തിൽ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ അസാധാരണമായ സാഹചര്യം. മാത്രമല്ല അതിൽ ഒളിവിലിരുന്ന ആൾ ആ ഇതിൽ ഒപ്പിടുന്ന കൂടി ചെയ്യുന്നുണ്ട്. അതെ, പ്രതിയായ ഈ വിവരം VC-ക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയതും ഈ വക കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി അപ്പൊ അധ്യാപകർ മരിച്ച സിദ്ധാർത്ഥനെതിരെ കംപ്ലൈന്റ് കിട്ടിയത് VC-ക്ക് രജിസ്ട്രാർക്കും അറിയില്ല. ഈ മരണത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മരണത്തിന് ശേഷം ഒരു കംപ്ലൈന്റും അല്ല, മരണത്തിന് ശേഷമാണല്ലോ അവിടെ കംപ്ലൈന്റ് രജിസ്റ്റർ 19 രജിസ്റ്റർ. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഇതും ആ കുട്ടിയെ പറ്റിയിട്ട് ഈ അധ്യാപകര് ഒളിവിലിരിക്കുന്ന ഒരു കേസിലെ പ്രതിയായ ഒരാൾക്ക് ഒപ്പിടാൻ അവസരം കൊടുക്കുമ്പോഴാണ് ഒപ്പിടാൻ പറ്റുന്നത്. എനിക്കറിയില്ല. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ടേബിളിൽ ഈ ഇത്തരത്തിലുള്ള പരാതി വന്നിട്ടില്ല. ഈ വിദ്യാർത്ഥിനിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചിരുന്നു നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ? ഈ പറഞ്ഞത് ഇപ്പൊ ഇതിനു ശേഷം വന്ന പരാതിയല്ലേ പറയുന്നത്. ഇത് VC-യുടെ ടേബിളിൽ എത്തിയിട്ടില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. കോളേജ് സമിതി രൂപീകരിച്ചിരുന്നു, അവരൊരു കമ്മിറ്റി എല്ലാം കൂടിയിരുന്നല്ലോ ചർച്ച ചെയ്യാൻ വേണ്ടി. ആ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം സ്വാഭാവികമായി ഇത്ര ഒരു പ്രമാദമായ കേസല്ലേ അപ്പൊ നമ്മൾ അന്വേഷിക്കണം. അല്ല, അന്വേഷിക്കുന്ന വെച്ചാല് അത് ഞാൻ അന്വേഷിക്കണമെങ്കിൽ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം. അങ്ങനെയല്ലല്ലോ സാർ അതിന്റെ ഒരു മര്യാദ. ഇത്ര പ്രമാദമായ ഒരു വിഷയം, വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു, ഒരു മരണം നടന്നു, അതിൽ എന്തൊക്കെ നടന്നു എന്ന് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം VC എന്ന നിലയിൽ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ? അല്ല, തീർച്ചയായിട്ടും ഇത് എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വന്നെങ്കിലല്ല, അല്ലാണ്ട് ഞാൻ ഈ കുട്ടി VC-ക്ക് കംപ്ലൈന്റ് തന്നിട്ടില്ല. വേണ്ട, അഥവാ ഡീൻ അവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എനിക്കത് ഫോർവേഡ് ചെയ്തിട്ടില്ല. അല്ല, അൺഒഫീഷ്യലായിട്ട് സാർ അന്വേഷിച്ചോ ഈ പരാതിക്കാരിയായ പെൺകുട്ടി? അൺഒഫീഷ്യലായിട്ട് എനിക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റും? എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയോട് ഇത് അന്വേഷിക്കുക? അല്ല, ഈ ആത്മഹത്യയിലേക്ക് പോലും വഴിതെളിച്ചത് ഈ പരാതിയാണെന്നുള്ളതാണ് ഒരു വശത്ത് ഉയരുന്ന ആരോപണം. അങ്ങനെ ഒരു വശത്ത് ഈ പരാതി ചർച്ചയായി നിൽക്കെ അതാരാണ് ആ പരാതിക്കാരി, എന്താണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പോലും ഒരു VC നിങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും അന്വേഷിച്ചിട്ടില്ല. രാഷ്ട്രീയ പശ്ചാത്തലം അല്ല, പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അവിടെ കുറെ കുട്ടികളായിട്ട് വാലന്റൈൻ ഡേയ്സ് ഈ കുട്ടി പോയി ഡാൻസ് ചെയ്തിരുന്നു. അത്ര ആ ലെവലിലുള്ള ഒരു ഇൻഫർമേഷൻ. കുറെ കുട്ടികളുടെ പെൺകുട്ടികളൊപ്പം ഡാൻസ് ചെയ്തിട്ട് ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഒരു കുട്ടിക്ക് മാത്രമാണോ പരാതി വന്നത്? ഈ പരാതി വന്നത് എനിക്കറിയില്ല. ഈ പരാതി ഇങ്ങനെ തന്നതായിട്ട് എന്റെ ടേബിളിൽ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഈ അവിടുത്തെ ചില അധ്യാപകരും അവിടുത്തെ ഈ വിഷയങ്ങളിൽ കൂട്ടുപങ്കാളികളാണെന്നുള്ളതിന്റെ തെളിവാണുള്ളത്. VC എന്ന നിലയിൽ ഇത്രയും വിഷയമുണ്ടായിട്ടും VC എന്ന നിലയിൽ ഇത്തരം ഒരു പരാതി പോലും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ന് അല്പം മുമ്പാണുള്ള ഗവർണറെ സസ്പെൻഡ് ചെയ്തത്, അതിനിടയിൽ പോലും അങ്ങയുടെ മുന്നിലേക്ക് ഈ പരാതി എത്തിക്കാതിരിക്കുന്നതിന് അവിടുത്തെ ചില അധ്യാപകരും ഈ വിദ്യാർത്ഥി സംഘടന ഈ ഭാരവാഹികൾ എല്ലാവരും ഒരു ഒന്നിച്ചുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അല്ലേ? അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് എത്തേണ്ടതല്ലേ പരാതി? എന്റെ എത്തേണ്ടതാണ്. അത് കിട്ടിയിട്ടില്ല. ഫെയർ അല്ലാത്ത എന്തോ അവിടെ നടന്നിട്ടുണ്ട് ഇതിനുശേഷം. ഫെയർ അല്ലാത്ത കാര്യമാണല്ലോ സംശയം. പെൺകുട്ടിയുടെ അടക്കം ഇന്ന് വരുന്നത് ആയിരിക്കും. തീർച്ചയായിട്ടും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് SFI ആണ് പ്രതിസ്ഥാനത്ത്. സർക്കാരിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ സംരക്ഷിക്കും. എന്നെ ഈ നിമിഷം വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നേതാവോ ഒരു ഗവൺമെന്റ് മന്ത്രിയോ ഇവൻ രാജ്ഭവനിൽ നിന്നോ ഇത് സംബന്ധമായിട്ട് ഒരു പ്രശ്നവും തന്നിട്ടില്ല. സംശയമില്ലാത്ത കാര്യമാണ്. അത് ഞാൻ പറയുന്നു. ഈ പ്രതികൾക്കൊപ്പം ഇന്നലെ അടക്കം എന്നോട് ചോദിച്ചു. മാത്രം ഇരയാക്കി ഇപ്പോ ഈ വിഷയത്തിൽ. അല്ല, അത് പ്രശ്നമില്ല. ഈ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ചില രാഷ്ട്രീയ നേതാക്കള് പറയുന്നുണ്ട്, നമുക്കറിയില്ല, രാഷ്ട്രീയ നേതാക്കൾ അവരൊപ്പം ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന പിന്നീട് മാറിയ ആളുകൾ കൂടെ ഉണ്ടായിരുന്നതൊക്കെ ഇത് പറയുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ട് എന്നുള്ള സത്യമല്ലേ? ഉണ്ടായിരിക്കാം. എനിക്ക് ഉറപ്പില്ല. ഈ ഗവർണറുമായിട്ടൊക്കെ ഈ നല്ല ബന്ധത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായാലും ഒരു മനോവിഷമം ഉണ്ടോ? അത് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ 4.5 കൊല്ലം കഴിഞ്ഞു.
ഈ 4 കൊല്ലവും വളരെ ഭംഗിയായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെവലിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് പോരാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രശ്നം